നമസ്കാരം, ഞാൻ രാജീവ് തൃക്കുന്നപ്പുഴ. പ്രിയമുള്ള ഒരു പ്രത്യേക കാര്യം പറയുകയാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ഇലക്ഷൻ ഇപ്പോൾ ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് പാർട്ടി പ്രവർത്തകർ അണികളെല്ലാം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇവിടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ മറുകണ്ഠം ചാടലിൻ്റെ ഒരു സീസൺ. അതായത് ഒരു പാർട്ടിയിൽ നിന്നും വേറൊരു പാർട്ടിയിലേക്ക് വരിക, ആ പാർട്ടിയിൽ നിന്ന് ചാടി വേറൊരു പാർട്ടിയിലേക്ക് പോകുക, എന്നിട്ട് ഇവർ അവിടുന്ന് ചാടി വരുന്നവനെ ഇവരെടുത്ത് തോളെ വെച്ചിട്ട് ആനന്ദ നൃത്തം ആടുക, ആഹ്ലാദിക്കുക, അങ്ങനെ പല പല കലാപരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. എന്നാൽ ഇവരൊക്കെ ചിന്തിക്കേണ്ട, ഈ മറുകണ്ഠം ചാടി മറ്റൊരു പാർട്ടിയിലും അവിടെ ഇവിടെ ചാടുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊന്നും ഒരു ലാഭേച്ഛയും കൂടാതെ കേരളത്തിലെ രണ്ട് പ്രമുഖ പാർട്ടികളിലെ എല്ലാ പാർട്ടികളിലും ഇതൊന്നും ഒരു ലാഭേച്ഛയും പ്രതീക്ഷിക്കാത്ത കുറച്ച് അണികളുണ്ട്. 10ഉം 80ഉം 60ഉം വയസ്സായ അണികൾ, പാവപ്പെട്ടവർ. ഇവർക്കൊക്കെ ഇപ്പോഴും അവരുടെ തൊഴിലെന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഒട്ടിക്കുക, കൊടി പിടിക്കുക, ആയിരങ്ങളും 10,000ങ്ങളും അല്ലെങ്കിൽ 500 പേര് 200 പേരും കൂടുന്ന ജാഥകളിലൊക്കെ ഒരണികളായിട്ട് ആ ജാഥയായിട്ടും പുറകിലായിട്ട് കൊടിയും പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചില പാവപ്പെട്ട, അതായത് പാർട്ടിയിൽ ഒന്നും ആകാൻ കഴിയാതെ ഇപ്പോഴും പാർട്ടിയെ മാത്രം വിശ്വസിച്ച് നടക്കുന്ന കുറച്ച് പാവപ്പെട്ട അണികളുണ്ട്. അവരെ കണ്ടിട്ടുണ്ടോ നിങ്ങളെല്ലാവരും? ഒന്ന് ശ്രദ്ധിക്കണം അവരെയൊക്കെ. അവർക്ക് വേറൊന്നും അവരുടെ ചിന്തയില്ല. പാർട്ടി എന്ത് പറയുന്നു അത് മാത്രമാണ് അവരനുസരിക്കുന്നത്. മറ്റുള്ള ഒരു വിഷയങ്ങൾക്കും അവർക്ക് താല്പര്യമില്ല. പാർട്ടി പറയുന്ന കാര്യമായിട്ട് മുന്നോട്ട് പോകണം. അവരുടെയൊക്കെ മുന്നിൽ ഈ മറുകണ്ഠം ചാടുന്നവരോട് ഒറ്റ കാര്യം പറയണം, ആ പാവപ്പെട്ട അല്ലെങ്കിൽ ആ ശക്തരായ ആ അണികളുടെ, ആ ജനങ്ങളുടെ മുമ്പിൽ ഈ മറുകണ്ഠം ചാടുന്ന നിങ്ങളൊക്കെ വെറും പുഴുക്കളാണ് സാറുമാരെ, വെറും പുഴുക്കളാണ്. ചിന്തിക്കിനിയെങ്കിലും അവനവൻ വിശ്വസിക്കുന്ന പാർട്ടിയെ വഞ്ചിച്ച് ചാടാതെ അതിനോടൊപ്പം ഉറച്ചു നിൽക്കുക. അധികാരം മാത്രമല്ല ജനസേവനം എന്ന് പ്രിയപ്പെട്ട സാറുമാർ ഒന്നുകൂടി മനസ്സിലാക്കുക. താങ്ക് യു.